നിങ്ങൾക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ ഓർമ്മയുണ്ടോ? ഞാനിത് വാങ്ങിയ വീഡിയോയും ഇത് റീപോർട്ട് ചെയ്ത വീഡിയോയും 2 ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന് കുറച്ച് ഡാമേജ് പറ്റിയതാ. അതുകൊണ്ട് അവരെനിക്ക് വില കുറച്ച് തന്നിരുന്നൂന്ന്. ഞാനതിന്റെ ഡാമേജ് പറ്റിയ ഭാഗമൊന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ. ദാ ഒരു സ്റ്റിക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു പുതിയ ലീഫ് വന്നു കേട്ടോ. അത് നമ്മുടെ കയ്യില് സെറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് രാവിലത്തെ വെയില് ചെറുതായിട്ട് ഇതിൽ അടിക്കുന്നുണ്ട്. ഒരു 7 മണി 8 മണി വരെയുള്ള വെയില് ചെറിയ രീതിയിൽ ഇതിൽ അടിക്കുന്നിടത്താണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഹ്യൂമിഡിറ്റി നന്നായിട്ട് വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഞാൻ അതുകൊണ്ട് എന്നും രാവിലെ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഇലകളിൽ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവേ. ഇതിന് ഞാനിപ്പോൾ 2 പ്രാവശ്യം ഫെർട്ടിലൈസർ കൊടുത്തു. ഒന്ന് സീവീഡും ഒന്ന് നമ്മുടെ DAP ആണ് കൊടുത്തത്. അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പ്ലാന്റ് കയ്യിലുള്ളവരും ശ്രദ്ധിക്കുക. ഇതിന് കുറച്ച് സൺലൈറ്റ് കിട്ടണം. ഇതിനെന്നല്ല ഏത് ഇൻഡോർ പ്ലാന്റ്സിലും കുറച്ച് സൺലൈറ്റ് കിട്ടിയാലേ പ്ലാന്റ്സ് നന്നായി വളരത്തുള്ളൂ. നന്നായി ഹ്യൂമിഡിറ്റി വേണം. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക.